ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യാശുവിൻ്റെ ഓയിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കാൻ പോവുകയാണ്. അവന് പൊതുവേ എന്താ പറയുക, ക്യാരറ്റ് ഓയിലാട്ടോ ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പം അതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. ക്യാരറ്റ് ഓയിലിനെ പറ്റി പ്രത്യേകം ആരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. സ്കിന്നിന് എന്താ പറയുക, സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യും, അതുപോലെ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അവന് പൊതുവേ എന്താ പറയുക, കുളിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ തേക്കില്ലേ, അതിന് പകരമായിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന ഓയിൽ നല്ലത്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലമല്ല, അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഓയിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉരുക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇതുപോലൊരു ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഉരുക്കിയെടുത്ത വെളിച്ചെണ്ണ കേട്ടോ. ക്യാരറ്റ് നമ്മൾ ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4 ക്യാരറ്റ് ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, പേസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിക്കോളൂ. ഇതിപ്പം അത്ര പേസ്റ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് കടയിൽ നിന്ന് നല്ല വെളിച്ചെണ്ണ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ മാത്രം വാങ്ങിച്ചിട്ട് അതിലുണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്താ പറയുക, തേങ്ങ എടുത്ത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ്. കുട്ടികൾക്ക് അതിനെക്കൊണ്ട് നമ്മൾ നല്ലോണം നോക്കി നല്ലൊരു വെളിച്ചെണ്ണ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ അടി കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. നമ്മൾ ഇതേപോലെ അടുപ്പിൽ വയ്ക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ കൊള്ളാണ്ട് നോക്കി കേട്ടോ. ക്യാരറ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാമെന്നറിയോ, ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് ക്യാരറ്റ് കരിഞ്ഞു പോകും. നമുക്കിത് ലോ ഫ്ലെയിമിൽ മെല്ലെ മെല്ലെ ആയി വരണം, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് എന്താ പറയുക, ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ കൂർന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ക്യാരറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി. അതുപോലെ തന്നെ എണ്ണൻ്റെ കളർ കണ്ടോ, ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നു കേട്ടോ. ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ ഇങ്ങനെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും ജസ്റ്റ് ഒന്ന്. കാരണം നല്ല ചൂടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടി ചിലപ്പം കാറ്റ് പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചൂടൊന്ന് മാറുന്ന വരെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് കുറച്ച് തണഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നാളെ രാവിലെ വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. പിറ്റേന്നത്തേക്ക് നമ്മുടെ ഓയിൽ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. നമ്മുടെ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടോ ഒക്കെ തരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണ്ട അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓയിൽ ഏതെങ്കിലും കുപ്പിയിലോ അടപ്പുള്ള ഏതെങ്കിലും കുപ്പിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ആയിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. ഇതിപ്പോൾ നമുക്ക് 3-4 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.